എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുഖമാണ്, അതുകൊണ്ട് ശബ്ദം വളരെ കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് തുടങ്ങാം. ഹിമാലയ നിരകൾ കണ്ടിട്ടുണ്ടോ? അത്രയും സ്ട്രോങ് ആയ, ഒരിക്കലും അനങ്ങാത്ത പർവ്വത നിര. ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിമാലയ പർവ്വതത്തെക്കാൾ എന്ത് പറഞ്ഞാലും കൊല്ലിങ്ങാത്ത കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയുള്ള ആളുകൾ AFFന്റെ തലപ്പത്തുള്ളത് കൊണ്ട് തന്നെ ISL എന്ന ടൂർണമെന്റ് വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല മീറ്റിങ്ങുകളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എവിടെ എത്താത്തതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ അവരുടെ വിദേശ താരങ്ങളെ അവരുടെ വഴിക്ക് വിടുന്നു. സ്പെസിഫിക്കലി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിയാഗോ ആൽവസ് എന്ന് പറയുന്ന പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പുള്ളിയെ പറഞ്ഞും വിടുന്നു. അതുപോലെ തന്നെ ലൂണ ലോണിൽ പോകുന്നു. നോവാ സൊദോയും ലോണിലാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഈ ഒരു സീസൺ കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ കോൺട്രാക്ട് അപ്പോഴേക്കും തീരും. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ മിനിമം ഒരു ടൂർണമെന്റ് എങ്കിലും ഇവിടെ വേണം. അതുണ്ടാവുമെന്ന് അറിയില്ല. സോ ബേസിക്കലി ക്ലബിന്റെ ഐക്കൺസ് ആണ് വിട്ടുപോകുന്നത്. പക്ഷെ ഇവർ പോയല്ലോ എന്ന് ആലോചിച്ച് ദുഃഖിക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം ഇവരില്ലെങ്കിൽ ഈ ക്ലബ്ബ് എന്ത് ചെയ്യും എന്ന് ആലോചിക്കാൻ ക്ലബ്ബ് ഒരു ടൂർണമെന്റിലും കളിക്കുന്നില്ല. അതായത് വേസ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ദുരന്തം. ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇനി ഒരു ഫണ്ട് പറയാം. പണ്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് വോയിസ് റേസ് ചെയ്തൊരു കാര്യം ഇപ്പൊ ആലോചിക്കുമ്പോൾ വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ISL റഫറിമാരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം, VAR സിസ്റ്റം കൊണ്ടുവരണം, ആ സിസ്റ്റം കൊണ്ടുവരണം, ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി കൂട്ടണം. ഇതൊക്കെ ഒരു ലെവലിൽ നിന്നും ടൂർണമെന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ബട്ട് കല്യാൺ ചൗബെ ഹാഡ് അനദർ പ്ലാൻ. ഒറ്റയടിക്ക് എല്ലാ പ്രശ്നവും പരിഹരിച്ചു. ടൂർണമെന്റ് തന്നെ ഇല്ല. ഇനി ഈ അടുത്ത് വന്ന ISL നടക്കാനുള്ള പോസിബിലിറ്റിയും വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റുമാണ് പറയാൻ പോകുന്നത്. ഇതോടുകൂടെ ISL നടക്കുമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. കാരണം ഡിസംബർ തൊട്ട് ഉറപ്പ് നൽകി ഇപ്പൊ ജനുവരി കഴിഞ്ഞ് ഇനി ഫെബ്രുവരി കഴിയും, അറിയില്ല. അതായത് AFF ഈ ഒരു സീസൺ വളരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 2-3 വെന്യൂവിൽ മാത്രം വെച്ച് നടക്കുന്ന ടൂർണമെന്റ് 2 ടേബിളുകളായിട്ട് ടീമുകളെ തിരിച്ചിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിട്ടാണ് അവർ ആദ്യം ഷെഡ്യൂൾ ചെയ്തത്. പക്ഷേ ആ ഒരു സ്ട്രക്ചർ ക്ലബ്ബുകൾക്ക് ഹോം മത്സരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ നഷ്ടമാകുമെന്നുള്ള കാരണം കാണിച്ച് ക്ലബ്ബുകൾ ആ ഒരു ഫോർമാറ്റിനെ എതിർത്തു. ശേഷം ക്ലബ്ബുകളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഒരു പ്ലാൻ കൊണ്ടുവന്നു. ട്രാവൽ, പ്ലേയേഴ്സിന്റെ സാലറി, പിന്നെ ഹോം മത്സരത്തിന്റെ എക്സ്പെൻസ് എല്ലാം അവരെടുക്കാം. പക്ഷേ എൻട്രി ഫീസ്, അതായത് ടൂർണമെന്റിന് എൻട്രി ഫീസ് ഒന്നും തരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്പോൺസേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് AFF തന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ മുഴുവൻ ചെലവും വഹിക്കണം. ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തണം. അതിനൊക്കെ മുമ്പ് ഈ ഒരു ടൂർണമെന്റ് എങ്ങനെ നടക്കും, സ്ട്രക്ചർ പൂർണ്ണമായിട്ടും ക്ലബ്ബുകൾക്ക് കൃത്യമായിട്ട് ഉടനെ തന്നെ നൽകണം. ആൻഡ് ഇതായിരുന്നു ക്ലബ്ബുകളുടെ ആവശ്യം. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ റീസെന്റ് പുറത്തു വന്നിരിക്കുന്നത്. ക്ലബ്ബുകൾ അവരുടെ ഹോം മത്സരങ്ങളുടെ ചെലവൊക്കെ വഹിക്കുക, AFF ബ്രോഡ്കാസ്റ്റിംഗ്, റഫറിങ് പരിപാടികളൊക്കെ നോക്കിക്കോളും. ഏതാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് ടീം എന്ന് അറിയില്ല, എന്നാലും അവരത് തീരുമാനമാക്കുന്നാണ് പറയുന്നത്. ചിലപ്പോൾ യൂട്യൂബ് ലൈവ് ഒക്കെ ആയിരിക്കും. ഇതിൽ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് പാർട്ടിസിപ്പേഷൻ ഫീസ് ആയിട്ട് 1 കോടി രൂപ ക്ലബ്ബുകൾ AFFന് നൽകണം. അങ്ങനെ എല്ലാവരും എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ ടൂർണമെന്റിന്റെ സ്ട്രക്ചർ വരും എന്നാണ് AFF ഇപ്പൊ പറയുന്നത്. അവസാനം ഒരു ഭീഷണിയുടെ സ്വരം കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിബന്ധനകളെ അംഗീകരിച്ച് ഈ ടൂർണമെന്റിൽ ക്ലബ്ബുകൾ പങ്കെടുത്തില്ലെങ്കിൽ അവരെയൊക്കെ റെലഗേറ്റ് ചെയ്ത് കളയും. ഈ റെലഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഏത് ടൂർണമെന്റിലേക്ക് റെലഗേറ്റ് ചെയ്യുമെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. എനിവേ, ഈ ഒരു തട്ടിക്കൂട്ട് ലെവലിൽ ഈ ഒരു ലീഗ് നടക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക. കളിക്കാൻ ആരുണ്ട്? പ്ലേയേഴ്സ് ഒക്കെ പോകുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയെന്ന് വെച്ചിട്ട് ഇവർ അടുത്ത ആഴ്ച ഈ ഒരു സ്ട്രക്ചർ ഇറക്കണം എന്നൊന്നുമില്ല. ഇനിയും വൈകും തോറും വീണ്ടും കുറെ പ്ലേയേഴ്സ് പോകും. അപ്പൊ അവസാനം ആര് കളിക്കും? ഞാൻ ഇറങ്ങാം. 11 മണിക്കൊരു ചായ, ഉച്ചയ്ക്ക് ചോറ്, രാത്രി 2 ചപ്പാത്തി മതി. എന്തായാലും ലീഗിന്റെ ലെവൽ വളരെ ഹൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ആർക്കെങ്കിലൊക്കെ ഇറങ്ങി കളിക്കാം. വേണമെങ്കിൽ ആ AMDനെയും വിളിക്കാം. എന്റെ അത്ര നല്ല പ്ലെയർ ഒന്നും അല്ല, വേണമെങ്കിൽ നമുക്ക് ആ സൈഡിൽ എങ്ങനെ നിർത്താം. എനിവേ, മോസ്റ്റ്ലി ഇന്ത്യൻ പ്ലേയേഴ്സിനെ മാത്രം വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സീസൺ മാത്രമായിട്ടായിരിക്കും ISL ഈ ഒരു സീസൺ നടക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പരാതികളിലൂടെയാണ് ISL സീസണുകൾ കടന്നു പോയിട്ടുള്ളത്. ഇങ്ങനൊരു സ്ട്രക്ചേർഡ് ടൂർണമെന്റ് കൂടെ വരുമ്പോൾ ഒന്നും പറയാൻ തന്നെ ഇല്ല. ISL മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ ടീം തന്നെ വൻ ദുരന്താവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2014 നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ തിരിച്ചു വരാൻ പോകുന്നു. വലിയൊരു കുതിച്ചുകയറ്റത്തിലേക്കൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ
ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇന്ത്യൻ ഫുട്ബോൾ കാറുമാറായി വീണിരിക്കുന്നത്. FSDL ഓൾറെഡി ലാഭമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളി ഇതിന്ന് വിട്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച നൽകി FSDLനെ തന്നെ പിടിച്ചു നിർത്താതെ അനാവശ്യ ഈഗോ കളിച്ച് കുറച്ച് ഡിമാൻഡ് ഇറക്കിയപ്പോൾ AFFന്റെ തലയിൽ FSDL വെച്ചു കൊടുത്തിട്ട് ഒറ്റ മുങ്ങൽ. അങ്ങനെ ഒരു ത്രികോണാവസ്ഥയിൽ നിൽക്കുമ്പോഴും കല്യാൺ ചൗബെ ഒരനക്കം ഇല്ലാണ്ടാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ കല്യാൺ ചൗബയോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടും മച്ചാനൊരു അനക്കമില്ല. ഈ മനുഷ്യന്റെ കോൺഫിഡൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ശോകം സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിക്കുന്നൊക്കെ സ്വപ്നം കാണുന്നത്. മറ്റൊരു കോമഡി. സോ അപ്പോൾ അതൊക്കെയാണ് സീൻ. മൊത്തത്തിൽ വയ്യ. ടൂർണമെന്റ് നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. നടക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല. ബൈ.